ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇത്രത്തോളം സമയം കർത്താവിൻ്റെ പാദപീഠത്തിലായിരിക്കാനും ദൈവത്തെ സ്തുതിപ്പാനും ദൈവത്തെ ആരാധിപ്പാനും ദൈവമായ കർത്താവ് ഇടയാക്കിയ ദൈവത്തിൻ്റെ ദയക്കായി സ്തോത്രം ചെയ്യുന്നു. ദൈവത്തെ സ്തുതിക്കുകയാണ്. രാത്രി കടന്നു വന്ന എല്ലാവർക്കും വന്ദനം പറയുന്നു. സ്തോത്രം. നമ്മുടെ അടുത്ത വീട്ടിലെ മറിയാം ചേച്ചി ഉച്ചയ്ക്ക് ദൈവസന്നിധിയിൽ ചേർക്കപ്പെടുവാനിടയായി തീർന്നു. നാളെ ഉച്ച കഴിഞ്ഞായിരിക്കും ബോഡി കൊണ്ടുവരുന്നെന്നാണ് അറിയിച്ചത്. സ്തോത്രം. പണ്ടൊക്കെ ആ മാതാവ് ഇവിടെ പ്രാർത്ഥനയ്ക്ക് വന്നിട്ടുള്ളതാണ്, മീറ്റിങ്ങിന് വന്നിട്ടുള്ളതാണ്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ നാട്ടിൽ പലവിധമായ പ്രശ്നങ്ങൾ, ഇപ്പോൾ നമ്മൾ കേട്ടതുപോലെ രോഗങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളാലൊക്കെ ആളുകൾ ഭാരപ്പെടുകയാണ്. അവരൊക്കെ കർത്താവിനെ അറിയുവാൻ ഇടയാകേണ്ടതിന് വേണ്ടി നാം പ്രാർത്ഥിക്കുക. ഒന്നാമതായി കർത്താവിനെ അറിയുകയാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലുതായ കാര്യം. നാം വെളിപ്പാട് പുസ്തകമാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം വരെയാണ് നാം ചിന്തിച്ചത്. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 6-ാമത്തെ വാക്യം. അതിനകത്ത് വായിക്കാം. വെളിപ്പാട് പുസ്തകം. ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. അവരുടെ മേൽ രണ്ടാം മരണത്തിന് അധികാരമില്ല. അവർ ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായി ക്രിസ്തുവിനോടുകൂടെ 1000 ആണ്ട് വാഴും. പ്രൈസ് ലോർഡ്. അതിൻ്റെ ആദ്യ ഭാഗമൊക്കെ നമ്മൾ ചിന്തിച്ചായിരുന്നു. പുനരുത്ഥാനത്തെക്കുറിച്ചും ഒന്നാമത്തെ പുനരുത്ഥാനത്തെക്കുറിച്ചും ഒടുക്കത്തെ പുനരുത്ഥാനത്തെക്കുറിച്ചും ഒക്കെ നാം ചിന്തിപ്പാനായിട്ട് ഇടയായി തീർന്നു. സ്തോത്രം. എന്നാൽ സ്തോത്രം, ഹല്ലേലൂയ, 1000 ആണ്ട് വാഴ്ചയെക്കുറിച്ച് ആണ് നമ്മൾ കുറച്ച് കാര്യം 1000 ആണ്ട് വാഴ്ചയെക്കുറിച്ച് ചിന്തിപ്പാനിടയായിരുന്നു. വീണ്ടും 1000 ആണ്ട് വാഴ്ചയെക്കുറിച്ച് പല കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പറയാനുണ്ട്. നമ്മൾ വെളിപ്പാട് പുസ്തകം അവസാന അധ്യായങ്ങളിലേക്ക് വന്നിരിക്കുക. പക്ഷേ ഇപ്പം നമ്മൾ നീങ്ങുന്നില്ല. കാരണം എന്നാന്ന് ചോദിച്ചാൽ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. അതുകൊണ്ടാണ് നീങ്ങാത്തത്. ഇപ്പോൾ പെട്ടെന്ന് തീർക്കണമെന്ന് നമുക്കാർക്കും പരീക്ഷ ഇടുന്നില്ല. അതുകൊണ്ട് പെട്ടെന്ന് തീർക്കണമെന്നും ഈ സെമസ്റ്റർ തീർക്കണമെന്ന് ആഗ്രഹമില്ല. ഞാൻ കഴിഞ്ഞ ഇടയിൽ ബൈബിൾ ക്ലാസ് പഠിപ്പിക്കാൻ കണ്ടനാട് പോയി കഴിഞ്ഞപ്പോൾ അവിടെ പെട്ടെന്ന് ചാപ്റ്റർ തീർക്കണമായിരുന്നു. അപ്പം ഇത് തീരാനൊന്നും നോക്കിയില്ല, അടിച്ചു വിട്ടങ്ങ് പോകുമായിരുന്നു. നമുക്കങ്ങനെ പെട്ടെന്ന് തീർക്കേണ്ട കാര്യമില്ല. സ്തോത്രം. സഹസ്രാബ്ദ വാഴ്ച എന്ന് പറയുമ്പോൾ 1000 ആണ്ട് വാഴ്ച. ഈ 1000 ആണ്ട് വാഴ്ചയിലെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ സമാധാനമാണ്. 1000 ആണ്ട് വാഴ്ചയിൽ പൂർണ്ണ സമാധാനം. സ്തോത്രം. നിങ്ങൾ എന്നോടൊപ്പം ഒന്ന് വരണേ. എത്ര സമ്പത്തുള്ളതിനേക്കാൾ വലുതാണ് സമാധാനം. 1000 ആണ്ട് വാഴ്ചയുടെ പ്രത്യേകതയാണ് സമാധാനം. ഇന്ന് നമ്മുടെ ഇടയിൽ ഇല്ലാത്തൊരു സാധനമാണ് സമാധാനം. എന്തെങ്കിലും ഒരു സമാധാനക്കേട്, സ്തോത്രം, എന്തെങ്കിലുമൊക്കെ ഒരു സമാധാനക്കേടുണ്ടാകും. ഒന്നുമില്ലേ, പിള്ളേർക്കൊരു ജലദോഷമായിട്ടും പ്രയാസമായിട്ടും വന്ന് അങ്ങനെ ഒരു സമാധാനക്കേട്. എന്നാൽ സഹസ്രാബ്ദ വാഴ്ചയിൽ സ്തോത്രം യുദ്ധമില്ല, മരണം കുറവാണ്. സ്തോത്രം. ഹല്ലേലൂയ. സഹസ്രാബ്ദ വാഴ്ചയുടെ പ്രത്യേകത സമാധാനമാണ്. ഇപ്പം നമ്മൾ സമാധാനം ആഗ്രഹിച്ചാൽ കിട്ടത്തില്ല. സഹസ്രാബ്ദ വാഴ്ചയിലേക്ക് വരുമ്പോഴാണ് ആ സമാധാനം ഉണ്ടാകുന്നത്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം ഒന്ന് എടുത്തു വെക്കുക. അവർ തങ്ങളുടെ വാളുകളെ കൊഴുക്കളായും കുന്തങ്ങളെ വാക്കത്തികളായും അടിച്ചു തീർക്കും. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായം 4-ാമത്തെ വാക്യമാണ്. സ്തോത്രം. വാളുകൾ യുദ്ധത്തിനുള്ളതാണ്, ആളുകളെ വെട്ടിക്കൊല്ലാനുള്ളതാണ്, കുന്തം ആളുകളെ കുത്തിക്കൊല്ലാനുള്ളതാണ്. എന്നാൽ സഹസ്രാബ്ദ വാഴ്ചയിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. വായിക്കാം. അവർ ജാതികളുടെ ഇടയിൽ ന്യായം വിധിക്കുകയും ബഹുവംശങ്ങൾക്ക് വിധി കൽപ്പിക്കുകയും ചെയ്യും. അവർ തങ്ങളുടെ വാളുകളെ ശ്രദ്ധിച്ച് കേൾക്കണേ. ഇതൊക്കെ നമ്മൾ നോർത്തിരിക്കാൻ വേണ്ടി പറയുന്ന തങ്ങളുടെ വാളുകളെ കൊഴുക്കളായും കുന്തങ്ങളെ വാക്കത്തികളായി അടിച്ചു തീർക്കും. കാരണം ഇതുകൊണ്ടാണ് വാളുകൊണ്ട് തന്നെ ഉപയോഗം. ശത്രുവിനെ നിഗ്രഹിക്കാനാണ് വാളുകൊണ്ടുള്ള ഉപയോഗം. അതുകൊണ്ട് കൊഴുക്കൾ ഉണ്ടാക്കുക. കൊഴുക്കളെന്ന് പറയുമ്പോൾ കന്നുകാലികളെ വെച്ച് ഉഴുന്ന അല്ലെങ്കിൽ മെഷീനെ വെച്ച് ഉഴുന്ന കൊഴു എന്ന് വെച്ചാൽ കൃഷി ചെയ്യാനുള്ള ആയുധം ഉണ്ടാക്കും.
അതുപോലെ തന്നെ കുന്തം അടിച്ച് നീട്ടി അതെന്ത് ചെയ്യും? വാക്കത്തികളുണ്ടാക്കും. വാക്കത്തി എന്ന് പറഞ്ഞാൽ കൃഷിക്ക് ആവശ്യത്തിന് വേണ്ടിയാണ് വാക്കത്തിയുടെ ആവശ്യം. സ്തോത്രം, ഹല്ലേലൂയ. കുന്തങ്ങളെ വാക്കത്തികളുമായും അടിച്ചു തീർക്കും. അപ്പോൾ ആ സമാധാനത്തിൻ്റെ അനുഭവം ഒന്ന് നമ്മൾ ശ്രദ്ധിക്കുക. സ്തോത്രം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 9-ാം അധ്യായം 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 9-ാം അധ്യായം അതിൻ്റെ 4 മുതൽ 7 വരെയുള്ള വാക്യം. അവൻ ചുമക്കുന്ന നുകവും അവൻ്റെ ചുമലിലെ കോലും അവനെ ദണ്ഡിപ്പിക്കുന്നതിൻ്റെ വടിയും മിദ്യാന്റെ നാളിലെ പോലെ നീ ഒടിച്ചു കളഞ്ഞിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എല്ലാ നുകവും, ആരും ആരെയും പീഡിപ്പിക്കത്തില്ല. എല്ലാ നുകവും ചുമലിലെ കോലും എന്ത് ചെയ്യും? സ്തോത്രം. ദണ്ഡിപ്പിക്കുന്നവൻ്റെ വടിയും ഇതെല്ലാം എന്ത് ചെയ്യും? ഒടിച്ചു കളയും. സഹസ്രാബ്ദ കാഴ്ചയിൽ താഴോട്ട് വായിക്കാം. ഒച്ചയോടെ ചവിട്ടി നടക്കുന്ന യോദ്ധാവിൻ്റെ ചെരുപ്പൊക്കെയും രക്തം പുരണ്ട വസ്ത്രവും വിറക് പോലെ തീക്ക് ഇരയായി തീരും. പ്രൈസ് ദി ലോർഡ്. എന്ന് വെച്ചാൽ യുദ്ധം നടത്തുന്ന യോദ്ധാവ്, ഈ യോദ്ധാക്കൾ, പട്ടാളക്കാർ, അവരുടെ ഷൂവിലൊക്കെ രക്തമുണ്ട്. ഇന്നത്തെ കാലത്തെ പോലുള്ള യുദ്ധമല്ലായിരുന്നു അന്ന്. അപ്പോൾ അവരുടെ അങ്ങനെയാണ് പ്രവാചകൻ ആലങ്കാരികമായി പറഞ്ഞിരിക്കുകയാണ്, അവരുടെ ആ രക്തമുണ്ടല്ലോ അതില്ല, അങ്ങനെയൊന്നും നടക്കുന്നില്ല. അപ്പോൾ ആ ഒരു പ്രശ്നമില്ല. നമ്മൾ വേദപുസ്തകം പല പ്രാവശ്യം വായിച്ചിട്ടുള്ളവരാണേലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വായിച്ചു പോയിട്ടുണ്ടെങ്കിലും നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല. സഹസ്രാബ്ദ കാഴ്ചയുടെ പ്രത്യേകതയാണത്. താഴോട്ട് വായിച്ചോ. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കും. പ്രൈസ് ദി ലോർഡ്. പ്രവാചകൻ പറയുകയാണ്, കർത്താവിനെ കുറിച്ച് പറയുക. യഥാർത്ഥത്തിൽ അത് നിവൃത്തിയാകുന്നത് സഹസ്രാബ്ദത്തിലാണ്. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു പറയുമ്പോൾ 2000 വർഷങ്ങൾക്ക് ജനിച്ചെങ്കിലും അവന് പൂർണ്ണമായ ആധിപത്യം അന്ന് കിട്ടിയില്ല. എന്നാൽ ഇവിടെ പറയുകയാണ്, നമുക്കൊരു ശിശു ആധിപത്യം അവന്റെ തോളിലിരിക്കും. ആധിപത്യം, അധികാരം അവന്റെ തോളിലിരിക്കും. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം. ഹല്ലേലൂയ. ആധിപത്യത്തിന്റെ അധികാരത്തിന്റെയും കാര്യം ഒന്നറിയണം. കഴിഞ്ഞ ദിവസം നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റ് ഇവിടെ വന്നു. കൊച്ചി നഗരമൊക്കെ ഭയങ്കര തിരക്കാണെന്നിട്ട് എല്ലാം ബ്ലോക്കാക്കി. എന്താ കാര്യം? ആധിപത്യം. ഞാൻ ആ വാർത്തയൊക്കെ കണ്ടായിരുന്നു. അവർ പോകുന്ന എല്ലാ വഴികളും ബ്ലോക്കാക്കി ആളുകളെ മാറ്റി നിർത്തിയേക്കുക. സ്തോത്രം. എന്നെക്കാൾ 2 വയസ്സിന് കൂടുതലേ ഉള്ളവർക്ക്. അവർ ട്രൈബൽ ഗോത്രം, ആദിവാസ ഗോത്രത്തിൽ ജനിച്ചവരാണ്. സത്യത്തിൽ ആ രീതി പോയാൽ അവർക്കൊന്നും ആകേണ്ടതല്ല. പക്ഷേ അവർക്ക് അധികാരമുള്ളതുകൊണ്ട് ഇന്ത്യയിലെ ഏറ്റവും പ്രധാന, ഏറ്റവും ഉയർന്ന പോസ്റ്റ് എന്ന് പറയുന്ന പ്രസിഡൻ്റാണ്. അപ്പം ആ അധികാരത്തിൻ്റെ വില നമ്മൾ മനസ്സിലാക്കണം. അധികാരത്തിൻ്റെ വില. വലിയ വലിയ പോലീസ് ഓഫീസർമാർ പോലും അവരുടെ വണ്ടിക്ക് മുമ്പ് ഓടുക. അവർ വന്നിറങ്ങും. അവരിടയ്ക്കൊക്കെ പിള്ളേരെ കാണാൻ വേണ്ടി നിർത്തുമ്പോഴത്തേക്ക് ഇവരങ്ങാതി പിടിക്കുക. അപ്പോൾ അധികാരത്തിൻ്റെ വലിപ്പം ഒന്ന് മനസ്സിലാക്കണം. അധികാരം. സ്തോത്രം, ഹല്ലേലൂയ. ആധിപത്യം അവൻ്റെ തോളിലിരിക്കും. അത്ഭുത മന്ത്രി, വീരനാം ദൈവം. അവൻ്റെ പ്രത്യേകത, നമ്മുടെ കർത്താവിൻ്റെ പ്രത്യേകതയാണ്, അവൻ അത്ഭുത മന്ത്രിയാണ്. അവൻ എന്തും ചെയ്യാൻ കഴിയും, ഏത് കാര്യവും ചെയ്യാൻ കഴിയും. അവൻ അത്ഭുത മന്ത്രിയാണ്, വീരനാം ദൈവം. വീരനാം ദൈവമാണ്. അവൻ അത്ഭുത മന്ത്രിയാണ്. സാധാരണ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരു വിഷയം ഉണ്ടെങ്കിൽ നമ്മുടെ മന്ത്രിമാരൊന്ന് വിളിച്ചു പറഞ്ഞാൽ മതി, അപ്പം തന്നെ ഇവിടെ ഇപ്പോൾ കറണ്ടിൻ്റെ ഒരു പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ അതുപോലൊരു പ്രശ്നമുണ്ട്. മന്ത്രിമാരെ, അത് ഇലക്ട്രിസിറ്റിയുടെ ചുമതല വഹിക്കുന്ന മന്ത്രിയെ വിളിച്ചാൽ അവർ നേരിട്ട് ഇവിടെ വിളിക്കും. അപ്പോൾ ആ ആധിപത്യത്തിൻ്റെ കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. അധികാരത്തിൻ്റെ കാര്യം മനസ്സിലാക്കണം. അവൻ അത്ഭുത മന്ത്രിയാണ്. ഹല്ലേലൂയ. നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ കൺവെൻഷനിൽ ശബ്ദം കൂടിയെന്നും പറഞ്ഞ് ഇവിടെ പോലീസ് വരാൻ കാരണം എന്നാന്ന് ചോദിച്ചാൽ തിരുവനന്തപുരത്തു നിന്നുള്ള ഓർഡറാണ്. ഞാൻ ഇറങ്ങിച്ചെന്നപ്പോൾ അവർ പറഞ്ഞു, അവിടുന്ന് വന്നു കഴിയുമ്പോൾ പിന്നെ ഞങ്ങൾക്ക് വരാതിരിക്കാൻ പറ്റത്തില്ല, ഇവിടെ വന്നേ പറ്റത്തുള്ളൂ. കാരണം അധികാരം, ആധിപത്യം. അപ്പോൾ ഈ മന്ത്രി നമ്മുടെ കർത്താവിനെക്കുറിച്ച് പല ഭാഷകളിലാണ് പറഞ്ഞിരിക്കുന്നത്. അവൻ അത്ഭുത മന്ത്രിയാണ്. അടുത്തത് വീരനാം ദൈവം, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. സമാധാനത്തിൻ്റെ പ്രഭു. ഹല്ലേലൂയ. നമ്മുടെ കർത്താവിൻ്റെ പ്രത്യേകതയാണ് സമാധാനത്തിൻ്റെ പ്രഭു. അപ്പം നമ്മുടെ കുടുംബങ്ങളിലും എന്ത് വേണം? സമാധാനം വേണം. എന്നാലല്ലേ ശരിയാകത്തുള്ളൂ. സമാധാനം വേണം. ഏത് കാര്യവും നമുക്ക് സമാധാനമായിട്ടും ചിന്തിക്കാം, അല്ലാതെയും ചിന്തിക്കാം.
ഏത് കാര്യവും സമാധാനമായിട്ടും ചിന്തിക്കാം, അല്ലാതെയും ചിന്തിക്കാം. ഹല്ലേലൂയ. നിസ്സാര ഒരു സെറ്റീപ്പം കാണാൻ പോയാൽ അതിന് ആളുകൾ ബഹളം ഉണ്ടാക്കും. ഒരു സെറ്റീപ്പിനേ ഉള്ളൂ, സെറ്റീപ്പം മേടിക്കാൻ കിട്ടും, പക്ഷെ വഴക്കാം. സ്തോത്രം. നമുക്ക് സമാധാനം. ഇവിടെ ഞങ്ങളുടെ സ്റ്റെഫൻ ഇപ്പോൾ എന്തെല്ലാം സാധനം എടുത്ത് കളയുന്നറിയാമോ? എൻ്റെ ഒരു വാച്ച് മസ്കറ്റിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്നാൽ അവൻ ആദ്യം എടുത്ത് വേസ്റ്റ് കോട്ടെ കളഞ്ഞ്, ഇപ്പോൾ എവിടെ കളഞ്ഞേക്കുന്നൊന്നും ഒരു പിടിയില്ല. നമ്മളൊരു വഴക്കം ഉണ്ടാക്കി. അതേ ചൊല്ലി സമാധാനക്കേടാണെങ്കിൽ സമാധാനക്കേട് ഉണ്ടാക്കുന്നത്. ഇപ്പം എൻ്റെ പല സാധനവും കാണാനില്ല, ഈവൻ ചെറിയ കത്രിക പോലും കാണാനില്ല. അവൻ ഇതിലൂടെയൊക്കെ ഒന്ന് തപ്പിയിട്ടത് പിന്നെ അവന് ഇഷ്ടമുള്ളിടത്താണ് കൊണ്ടിടുന്നത്. അപ്പോൾ അതിനൊക്കെ വഴക്കുണ്ടാക്കുകയാണെങ്കിൽ എന്തോ ചെയ്യാൻ? അങ്ങനെയുള്ള കാര്യങ്ങൾ വേണ്ട, ചെറിയ കാര്യം മതി. ഹല്ലേലൂയ. വഴക്കുണ്ടാക്കാൻ. അപ്പം ഞാൻ ഈ പറഞ്ഞു വന്നതെന്നാണെന്നറിയാം, നമ്മുടെ വീട്ടിൽ നമ്മൾ സമാധാനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കണം. നമ്മുടെ കർത്താവിൻ്റെ പേര് തന്നെ സമാധാനത്തിൻ്റെ പ്രഭു. അപ്പോൾ കർത്താവിനെ സ്നേഹിക്കുകയും ചെയ്യുന്നവർ സമാധാനമുള്ളവരായിരിക്കണം. ഏത് കാര്യത്തിനും നമ്മൾ പൊട്ടിത്തെറിക്കരുത്. ഹല്ലേലൂയ. ഞാൻ നമ്മുടെ സെൻറ്ററിലുള്ളവരോടും പറയാറുള്ളതാണ്, ഏത് കാര്യത്തിനും പൊട്ടിത്തെറിക്കരുത്. പൊട്ടിത്തെറിച്ചാൽ പിന്നെ എന്താ അതിനകത്ത്? കാരണം നമ്മൾ ആരെയാണ് പിൻപറ്റുന്നത്? സമാധാനത്തിൻ്റെ പ്രഭുവിനെയാണ്. അപ്പോൾ ആ ഒരു ക്വാളിറ്റി നമ്മളിൽ മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ എങ്ങനെയാണ് സമാധാനത്തിൻ്റെ പ്രഭുവിനോടുകൂടി വസിക്കുന്നത്? അപ്പം നമ്മൾ ഈ മീറ്റിംഗ് കൊണ്ടും കാര്യം കൊണ്ടും ഒക്കെ ലഭിക്കേണ്ടത് എന്നാന്ന് ചോദിച്ചാൽ, എന്തെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒന്ന് എന്ത് ചെയ്യണം? ഹല്ലേലൂയ. നമ്മൾ പരിശീലിക്കണം. ഹല്ലേലൂയ. എന്തെങ്കിലുമൊക്കെ ഒന്ന് പരിശീലിക്കണം. ഹല്ലേലൂയ. നമ്മുടെ വീടുകളിൽ ഭക്ഷണം ഉണ്ടാക്കുമ്പം ചിലപ്പോൾ എരിവ് കൂടും, ചിലപ്പോൾ ഉപ്പ് കൂടും. അപ്പോൾ അതിനൊക്കെ ഞാനും എൻ്റെ ഭാര്യയും തമ്മിൽ ഉപ്പിനിപ്പോൾ ഭയങ്കര പ്രശ്നമാണ്. എനിക്ക് ഉപ്പ് വഴിയേ പോയാൽ ഭയങ്കര ഉപ്പ്, അവൾക്ക് ഇച്ചിരി ഉപ്പ് കലക്കി കുടിച്ചില്ലെങ്കിൽ അത് പറ്റുകയില്ല. അപ്പോൾ ഇത് രണ്ടും കൂടെ ഭക്ഷണത്തിനകത്ത് വരുമ്പം എനിക്ക് ഭയങ്കര ഉപ്പും അവൾക്ക് സന്തോഷവും. ഞാൻ എന്തോരം സഹിച്ചാൽ ജീവിക്കുന്നതെന്നറിയാം. അപ്പം കാരണം എന്നാന്ന് ചോദിച്ചാൽ, അതിന് സമാധാനം ഉണ്ടാക്കാതെ ഇരുന്നാൽ ഞാൻ ചിലപ്പോൾ ഓർക്കും ഇച്ചിരി ഉപ്പില്ല, പിന്നെ സോഡിയം കുറയുകയില്ലെന്ന് എനിക്കൊരു ഉറപ്പിപ്പോൾ ഉണ്ട്. കഴിഞ്ഞ ദിവസം ഒരു പാസ്റ്ററുടെ ഭാര്യ മരിച്ചത് സോഡിയം കുറഞ്ഞതിൻ്റെ വെളിവ് ഇല്ലാതായിപ്പോയി. അത് ഇറങ്ങി എങ്ങാണ്ടോട്ട് പോയി, അതിന് ബോധമില്ലായിരുന്നു, ആ വെള്ളത്തിൽ പോയാൽ മരിച്ചത്. കഴിഞ്ഞ ദിവസം നമ്മുടെ സെൻറ്ററിലെ പാസ്റ്റർമാരടക്കത്തിന് പോയിട്ടുണ്ടായിരുന്നു തൊടുപുഴ. അതിൻ്റെ സോഡിയം കുറഞ്ഞതാണ്. ഇപ്പോൾ സോഡിയം കുറയുമ്പം പിച്ചും പെയ്യും ഒക്കെ പറയൂട്ടോ, വെളിവില്ലാതെ പോവും. അത് ഷാജാന്നൊന്നും പറഞ്ഞേക്കരുത് അന്നേരം. അപ്പം ഇങ്ങനെ നമ്മുടെ ആ ക്രമം ഒന്ന് തെറ്റിയാൽ നമ്മൾ വല്ലാതായി പോകും. ഹല്ലേലൂയ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ദൈവത്തിൻ്റെ പേര്, അവൻ്റെ പ്രത്യേകത, അവൻ സമാധാനത്തിൻ്റെ പ്രഭുവാണ്. സ്തോത്രം. അന്നേരം സമാധാനത്തിൻ്റെ യെശയ്യാപ്രവാചകൻ്റെ പുസ്തകം 11-ാം അധ്യായം 6 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിക്കാം. യെശയ്യാപ്രവാചകൻ്റെ പുസ്തകം 11-ാം അധ്യായം. ചെന്നായ് കുഞ്ഞാടിനോടുകൂടെ പാർക്കും. കേട്ടോ, അവിടുത്തെ ആ സഹസ്രാബ്ദ വായിച്ചാൽ ആ വാക്യമൊക്കെ ഒന്ന് ഓർത്തിരിക്കുകയും ഒന്ന് അടിവരയിട്ടൊക്കെ വെക്കണം. ചെന്നായ് ഒരിക്കലും കുഞ്ഞാടിനോടുകൂടെ പാർക്കുകയില്ല. ചെന്നായ് ഒരിക്കലും കുഞ്ഞാടിനോടുകൂടെ പാർക്കുകയില്ല. പക്ഷേ സഹസ്രാബ്ദത്തിൽ മൊത്തം സമാധാനമായതുകൊണ്ട് ജീവികളുടെ ഇടയിൽ പോലും പ്രശ്നമില്ല. ഹല്ലേലൂയ. ചെന്നായി കുഞ്ഞാടിനോടുകൂടെ പാർക്കും, പുള്ളിപ്പുലി കോലാട്ടുകുട്ടിയോടുകൂടെ കിടക്കും. പശുക്കിടാവും ബാലസിംഹവും തടിപ്പിച്ച മൃഗവും ഒരുമിച്ച് പാർക്കും. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായം 6 മുതലുള്ള വാക്യങ്ങളാണ് നമ്മൾ വായിക്കുന്നത്. യെശയ്യാവ് 11:6 മുതൽ. ചെന്നായി കുഞ്ഞാടിനോടുകൂടെ പാർക്കും, പുള്ളിപ്പുലി കോലാട്ടോടുകൂടി കിടക്കും. പശുക്കിടാവും ബാലസിംഹവും തടിപ്പിച്ച മൃഗവും ഒരുമിച്ച് പാർക്കും. ഒരു പശുക്കിടാവും ബാലസിംഹവും പിന്നെ തടിപ്പിച്ച മൃഗവും ഒരുമിച്ച് പാർക്കും. ഒരു ചെറിയ കുട്ടി അവയെ നടത്തും. ഒരു ചെറിയ കുട്ടി അവയൊക്കെ നടത്തും. സഹസ്രാബ്ദ വാഴ്ചയിലേക്ക് സാറാമ്മയ്ക്കൊക്കെ സിംഹത്തെ ഒക്കെ കൊണ്ടു നടക്കാം, ഇങ്ങനെ വടിയും കൊണ്ട്. ആണ് ഒരു ചെറിയ കുട്ടി അവയെ എന്ത് ചെയ്യും? നടത്തും. പശു കരടിയോടുകൂടെ മേയും. അവയുടെ കുട്ടികൾ ഒരുമിച്ച് കിടക്കും. സിംഹം കാള എന്ന പോലെ വൈക്കോൽ തിന്നും. സിംഹത്തിന് നോക്കിക്കേ സമാധാനത്തിന്റെ കാര്യം. സിംഹം കാള എന്ന പോലെ വൈക്കോല് തിന്നുമെന്ന് നമ്മുടെ കർത്താവ് വന്ന് ഇവിടെ ഭരിക്കുമ്പോഴത്തെ അവസ്ഥയാ പറഞ്ഞ. വൈക്കോല് തിന്നും. മുല കുടിക്കുന്ന ശിശു സർപ്പത്തിന്റെ ബോധിക്കൽ കളിക്കും. മുലകുടി മാറിയ പൈതൽ അണലിയുടെ പൊത്തിൽ കൈയിടും. സർപ്പത്തിന്റെ ബോധി, ഇംഗ്ലീഷിൽ അതിന് എഴുതിയേക്കുന്ന കോബ്ര എന്നാ.
വലിയ മൂർഖൻ രാജവെമ്പാലയുടെ അടുക്ക പിള്ളേരെന്ത് ചെയ്യും? കൈയിടും. കൈയിടും. സ്തോത്രം. സമുദ്രം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന പോലെ ഭൂമി യഹോവയുടെ പരിജ്ഞാനം കൊണ്ട് പൂർണ്ണമായിരിക്കാൽ എൻ്റെ വിശുദ്ധപർവ്വതത്തിൽ അങ്ങ് ഒരു ദോഷമോ നാശമോ ആരും ചെയ്യുകയില്ല. അതാണ് സഹസ്രാബ്ദത്തിൻ്റെ പ്രത്യേകതയാണ്. അന്നേരം ഭരിക്കുന്നതും ആരാന്നറിയാമോ? നമ്മളാണ്. നമുക്കപ്പോൾ അതോറിറ്റി ഉണ്ട്, കർത്താവിനോടൊപ്പം അതോറിറ്റി ഉണ്ട്. ഹല്ലേലൂയ. നമ്മൾ ഈ ശരീരത്തിലായിരിക്കത്തില്ല, നമ്മൾ തേജസ്കരിക്കപ്പെട്ട ശരീരത്തിലാണ്. ഈ ശരീരത്തിന് വേദനയുണ്ട്, ഈ ശരീരത്തിന് പ്രയാസമുണ്ട്, ഈ ശരീരത്തിന് മരപ്പുണ്ട്, ഈ ശരീരത്തിന് ബലഹീനമായ ശരീരം, ബലഹീനമാണ് ഈ ശരീരം. എന്നാൽ സ്തോത്രം, ഹല്ലേലൂയ, അന്ന് ഒരു ബലഹീനതയുമില്ല. സ്തോത്രം, ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 32-ാം അധ്യായം 17 വാക്യങ്ങളൊന്ന് വായിച്ച്. സ്തോത്രം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 32. നീതിയുടെ പ്രവൃത്തി സമാധാനവും നീതിയുടെ ഫലം ശാശ്വത വിശ്രാമവും നിർഭയതയുമായിരിക്കും. എൻ്റെ ജനം സമാധാന നിവാസത്തിലും നിർഭയ വസതികളിലും വസതികളിലും സ്വൈര്യമുള്ള വിശ്രാമ സ്ഥലങ്ങളിലും പാർക്കും. സ്തോത്രം. എൻ്റെ ജനം, എത്ര പ്രാവശ്യം ഇതിനെക്കുറിച്ച് എഴുതിയേക്കുന്നത്? ജനത്തിനൊരു സ്വൈര്യം, സമാധാനം, വിശ്രാമം. ഇപ്പം എന്താ നമുക്കുള്ള? ജനത്തിനൊരു വിശ്രാമം. ഇതെല്ലാം ജനത്തിന് ലഭിക്കുക. സ്തോത്രം. ഇപ്പം ഇവിടെ വല്ല വിശ്രാമമുണ്ടോ? രാത്രി എത്ര വെളുപ്പം കാലത്താണ് എഴുന്നേക്കുന്നത്, എപ്പോഴാണ് കിടക്കാൻ പോകുന്നത്? ഒന്നൊക്കുമ്പോൾ ഒന്നൊക്കത്തില്ല, ഒന്നുമില്ല. എന്നാൽ സഹസ്രാബ്ദത്തിൽ യഥാർത്ഥമായ വിശ്രാമമായിരിക്കും. മീകാ പ്രവാചകൻ്റെ പുസ്തകം 4-ാം അധ്യായം 2 വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്നത്, വരുവീൻ, അനേക വംശങ്ങളും ചെന്ന് വരുവീൻ, നമുക്ക് യഹോവയുടെ പർവ്വതത്തിലേക്കും യാക്കോബിൻ ദൈവത്തിൻ്റെ ആലയത്തിലേക്കും കയറി ചെല്ലാം. പ്രൈസ് ലോർഡ്. ആളുകൾ പറയുക, അന്ന് അനേക വംശങ്ങൾ, ജാതികൾ ചെന്നിട്ട് പറയുക, വരുവീൻ, നമുക്ക് യഹോവയുടെ പർവ്വതത്തിലേക്കും യാക്കോബിന്റെ ദൈവത്തിന്റെ ആലയത്തിലേക്കും പോകാം. അവൻ നമുക്ക് തന്റെ വഴികളെ ഉപദേശിച്ചു തരികയും അവൻ നമുക്ക് തന്റെ വഴികളെ ഉപദേശിച്ചു തരും. നാം അവന്റെ പാതകളിൽ നടക്കുകയും ചെയ്യുമെന്ന് പറയും. സിയോനിൽ നിന്ന് ഉപദേശവും യെരൂശലേമിൽ നിന്ന് യഹോവയുടെ വചനവും. ഹല്ലേലൂയ. ശ്രദ്ധിക്കുക, അന്ന് ജാതികൾ പറയും ദൈവത്തിന്റെ പർവ്വതത്തിലേക്ക് പോകാം, ആ സിയോനിലേക്ക് പോകാം. ഇപ്പോൾ ഇസ്രായേലാണല്ലോ എല്ലായിടത്തെയും വിഷയം. ഇപ്പോൾ കുറേ കഴിയുമ്പോൾ ഇസ്രായേലിലേക്ക് തന്നെ ഇവരെല്ലാം ചെല്ലും, സകല ജാതികളും ചെല്ലും. സ്തോത്രം, ഹല്ലേലൂയ. കർത്താവിൻ്റെ അരുളപ്പാടിന് വേണ്ടി അങ്ങോട്ട് ചെല്ലും. എന്തൊരു അനുഭവമായി! ഈ വേദപുസ്തകത്തിൽ ഇല്ലാത്ത കാര്യങ്ങൾ വല്ലതും ഉണ്ടോ? ആരെങ്കിലും പഠിപ്പിക്കുന്നുണ്ടോ? ആരെങ്കിലും മനസ്സിലാക്കുന്നുണ്ടോ? ഇതൊക്കെയാണ് വേദപുസ്തകത്തിൻ്റെ കാര്യങ്ങൾ. സ്തോത്രം. ഈ സത്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. എത്യോപ്യക്കാരനായ ഷണ്ണൻ പുസ്തകത്തിൻ്റെ ചുരുളുമായി പോകുമ്പോഴാണ് പീലിപ്പോസ് അവനോട് ചേർന്ന് നടക്കാൻ പറഞ്ഞത്. അതും ഈ ഗാസയിലാണ്. ഗസയ്ക്കുള്ള നിർജ്ജന പ്രദേശത്തുകൂടി എന്ത് ചെയ്യോ നടന്നു. അപ്പോൾ വായിക്കുന്നത് മനസ്സിലാകുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഒരുത്തൻ പൊരുൾ തിരിച്ചു തരാഞ്ഞാൽ എങ്ങനെയാണ് മനസ്സിലാകുന്നത്? നമ്മുടെ പെന്തക്കോസ് ഇടങ്ങളിലാണ് വാസ്തവമായ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പൊരുൾ തിരിച്ച് സംസാരിക്കുന്നത്. സ്തോത്രം. അപ്പോൾ ഈ പൊരുൾ തിരിച്ച് നമ്മൾ ഇത് ചെയ്യണം. ഇന്ന് സമൂഹത്തിലുള്ള എങ്ങനെയെങ്കിലും ഒരുത്തൻ ജനിച്ചു, അവസാനം എല്ലാ കാര്യവും കഴിഞ്ഞ് എങ്ങനെയെങ്കിലും കൊണ്ടുപോയി അടക്കി, പരിപാടി തീർന്നു. സ്തോത്രം. അതല്ല, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഈ ആളുകളുടെ കാര്യം അവരെ മനസ്സിലാക്കിക്കണം. സ്തോത്രം. ഇവിടെ പറയുകയാണ്, വരുവീൻ, നമുക്ക് യഹോവയുടെ പർവ്വതത്തിലേക്കും യാക്കോബിൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിലേക്കും പോകാം. സ്തോത്രം, ഹല്ലേലൂയ. സ്തോത്രം. എത്ര ശ്രേഷ്ഠമേറിയ അനുഭവം, അസമാധാനം. സക്കറിയാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ എഴുതിയിരിക്കുകയാണ്, ഞാൻ എഫ്രയീമിൽ നിന്ന് രഥത്തെയും യെരൂശലേമിൽ നിന്ന് രഥത്തെയും യെരൂശലേമിൽ നിന്ന് കുതിരയെയും ഛേദിച്ചു കളയും. പടവില്ലും ഒടിഞ്ഞു പോകും. അവൻ ജാതികളോട് സമാധാനം കൽപ്പിക്കും. അവന്റെ ആധിപത്യം സമുദ്രം മുതൽ സമുദ്രം വരെയും നദി മുതൽ ഭൂമിയുടെ അറ്റങ്ങളോളവും അവന് സ്തോത്രം പടവില്ല്, യുദ്ധവും രഥവും എല്ലാം ഒടിച്ചു കളയും. അവൻ അതിൻ്റെ പടവിൽ എന്ത് ചെയ്യും? ഒടിച്ചു കളയും. പടവിൽ ഒടിച്ചു കളയും. പിന്നെ യുദ്ധമില്ല. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ സഹസ്രാബ്ദ കാലത്തെ അവസ്ഥകളിൽ ഒന്നാമത്തെ കാര്യം സമാധാനമാണ്.
മനസ്സിലാക്കണം. സഹസ്രാബ്ദത്തിൽ ഉണ്ടാകുന്ന കാര്യം സമാധാനം. രണ്ടാമത്തെ കാര്യം സ്തോത്രം സന്തോഷമാണ്. ഹല്ലേലൂയ. സമാധാനമുണ്ട്. നമ്മൾ ആരാ സന്തോഷിക്കുന്നത്? നമ്മുടെ പിള്ളേരൊന്ന് സന്തോഷിക്കാമെന്ന് പറഞ്ഞാൽ അത് നമ്മൾ സമ്മതിക്കത്തില്ല. അവരൊന്ന് ആർത്തുല്ലസിക്കുകയോ എടുത്തിയാടുകയോ ചെയ്താൽ നമ്മൾ അഹങ്കാരമാണെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ അതും ചെയ്യിക്കത്തില്ല. സന്തോഷമെന്ന് പറയുന്നത് സ്തോത്രം ഏറ്റവും വലുതൊരു കാര്യമാണ്. ക്രിസ്തീയ ജീവിതത്തിൽ ഏറ്റവും ആവശ്യമായ കാര്യമാണ് സന്തോഷം. കാരണം ഫിലിപ്പിയ ലേഖനത്തിൽ പൗലോസ് പറയുകയാണ്, സന്തോഷിപ്പീൻ സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും നിങ്ങളോട് പറയുന്നു. പിന്നെയും പറയുക, നമുക്ക് സന്തോഷിക്കാൻ കഴിയാത്ത ഏതെങ്കിലും സാഹചര്യം ഉണ്ടെങ്കിൽ ആ സാഹചര്യം മനസ്സിലാക്കി അത് ഒഴിവാക്കിയിട്ട് നമുക്ക് സന്തോഷിക്കാൻ കഴിയണം. ഭാര്യയും ഭർത്താവും അപ്പനും മക്കളും അവരെല്ലാം ഒന്ന് സന്തോഷിക്കാൻ കഴിയണം. എന്ത് അഗ്നിപർവ്വതം പോലെ എല്ലാവരും ഇങ്ങനെ പൊട്ടാൻ നിൽക്കുന്ന അഗ്നിപർവ്വതം പോലെ പല വീടുകളിലും ഒരു സന്തോഷവുമില്ല, സമാധാനമില്ല, സന്തോഷമില്ല. എന്നാൽ ദൈവികമായ പൂർണ്ണതയുടെ പ്രത്യേകതയാണ് സന്തോഷം. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ടല്ലേ ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ഈസ്റ്റർ, എങ്ങനെ ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും പറയുന്നത് തന്നെ സന്തോഷിക്കാൻ പറയുക. ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് സന്തോഷിക്കാൻ കഴിയണം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 9-ാം അധ്യായം 3-4 ബാക്കിയൊന്ന് വായിക്കാം. യെശയ്യാവിലേക്ക് മടങ്ങി വരാം. സ്തോത്രം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 9-ാം അധ്യായം 3-4. നീ വർദ്ധിപ്പിച്ചിട്ടില്ലാത്ത ജാതിയെ വർദ്ധിപ്പിക്കുന്നു. അവർ നിന്റെ സന്നിധിയിൽ സന്തോഷിക്കുന്ന സന്തോഷം കൊയ്ത്തുകാലത്തിലെ സന്തോഷം പോലെയും കൊള്ള പങ്കിടുമ്പോൾ ആനന്ദിക്കുന്നത് പോലെയും. ആ സന്തോഷത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഞാൻ ഇന്നും വായിച്ചപ്പം എന്നെ കഷ്ടപ്പാടാന്ന് പറഞ്ഞാലും കൊയ്ത്തുകാലത്തൊരു സന്തോഷമുണ്ട്. സ്തോത്രം. കാരണം കഷ്ടപ്പെട്ടാണ്, ഇപ്പം കഷ്ടപ്പെട്ട് മടുക്കുക. എന്നാൽ കൊയ്യുമ്പോഴോ ഇവിടുത്തെ കൊയ്ത്തിന് അത്രയും സന്തോഷമുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞങ്ങളുടെയൊക്കെ പാടത്ത് തെക്കോട്ട് വെള്ളം അങ്ങ് പറ്റിക്കഴിഞ്ഞാൽ വെള്ളം ഇല്ല. സ്തോത്രം. കൊയ്ത്തിൻ്റെ സമയത്ത് കണ്ടത്തിൽ കൂടെ നമുക്ക് ഓടി നടക്കാം, താഴത്തില്ല. അപ്പോൾ കൊയ്ത്ത് കഴിയുമ്പോൾ എന്തോ ഒരു സന്തോഷമാണെന്നറിയാമോ? ഞങ്ങൾ കണ്ടത്തിനകത്ത് മാടം കെട്ടി കിടന്നിട്ടുണ്ട്, റാന്തൽ വിളക്കൊക്കെ കത്തിച്ച് വെച്ച്. അപ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ് കൊയ്ത്തെന്ന് പറയുമ്പോൾ. എല്ലാവർക്കും സന്തോഷം. കഷ്ടപ്പാടാണ്, എന്നാലും സ്തോത്രം അതിനൊരു സന്തോഷമുണ്ട്. ഹല്ലേലൂയ. യഥാർത്ഥ കർഷകൻ എല്ലാ ദിവസവും കണ്ടത്തിൻ്റെ വരമ്പേ കൂടെ പോകണമെന്നാണ് പറയുന്നത്. യഥാർത്ഥ കർഷകൻ എല്ലാ ദിവസവും കണ്ടത്തിൻ്റെ വരമ്പേ കൂടെ പോകണം. കർഷകരിൽ പ്രായമുള്ളവർ പറയുന്ന കർഷകൻ്റെ കാറ്റടിച്ചാൽ നെല്ലിന് വളവ് കൂടുമെന്നാണ് കേട്ടോ. കർഷകൻ്റെ കാറ്റടിക്കണം, നമ്മളതിവിടെ കൂടെ പോകണം. ഇത് വിതച്ചേച്ച് ഇങ്ങനെ പോകുന്ന ഇതും കയറി ഇങ്ങ് പോരുന്ന പോലല്ല. അപ്പം ഈ കണ്ടം ഞങ്ങളൊക്കെ കണ്ടത്തിൽ കൂടെ ഒക്കെ പോയിട്ടുള്ള, അപ്പം കണ്ട ഈ ഇവിടുത്തെ നെല്ലൊന്നും അത്ര ഇതാകുന്നതുകൊണ്ടല്ല. കുട്ടനാട്ടിലും ഒക്കെ നെല്ല് അങ്ങോട്ട് വളർന്നു വരുമ്പോൾ നമ്മൾ അങ്ങ് നോക്കി നിന്ന് പോകും. തുറു പോലാണ് ഓരോ ഇതിൻ്റെ വൈക്കോത്തുറു പോലാണ് ഓരോ ചോട്. അടിക്കണയൊക്കെ അങ്ങ് ആയി കഴിയുമ്പോഴത്തേക്ക് എന്തോ ഒരു ഭംഗിയാണെന്നറിയാമോ? അവസാനം ഈ കൊതുമ്പ് വന്ന് അതങ്ങോട്ട് പൊട്ടി വിരിഞ്ഞു ഇതെല്ലാം കൂടെ നിൽക്കുന്ന കാണുമ്പോൾ തന്നെ എന്തൊരു സന്തോഷമാണ്. അതിൻ്റെ ആളുകൾ ചോദിക്കും, കൊയ്യാറായോ? ഇല്ല, ചുണ്ട് പഴുത്ത് തുടങ്ങിയെന്ന്. അങ്ങനെ ഇവിടെ പറയുമെന്ന് എനിക്കറിയത്തില്ല. ചുണ്ട് പഴുത്ത് തുടങ്ങിയെന്ന് പറയും. എന്ന് വെച്ചാൽ ചുണ്ടാണ് ആദ്യത്തെ കതിര് ഇതാകുന്നത്, നിറം മാറുന്നത്. പിന്നെ താഴോട്ട് മാറുന്ന ആദ്യത്തെ അരി മൂക്കുന്നത് ചുണ്ട് ഏറ്റവും അങ്ങേയറ്റത്തെയാണ്. എങ്ങനെയാണെന്ന് അപ്പം അങ്ങനെ പറയും. അപ്പോൾ ഉള്ള ആ ഒരു സന്തോഷം. തെക്കോട്ട് പറയുന്നത് ഈ അരി അങ്ങോട്ട് ഉറച്ച് കഴിയുമ്പോൾ പാൽ ഉറച്ചെന്ന് പറയും. എന്ന് വെച്ചാൽ ഈ നെല്ലിനകത്തുള്ളത് ആദ്യം എന്താണ്? ഒരു പാല് പോലുള്ള ഇതാണ്. ഈ അരി പാല് പോലാണ് വരുന്നത്. അത് ഉറച്ചു, പാലുറച്ചു എന്ന് പറയും. നെല്ലിൻ്റെ കാര്യമായിട്ടോ പറഞ്ഞത്. ഇനി ഇങ്ങനെ കേട്ടിട്ടില്ലെങ്കിൽ ഞാൻ കേൾക്കാൻ വേണ്ടി പറഞ്ഞാൽ, പാലുറച്ചു, അടിക്കണയായി, കതിരായി, പാലുറച്ചു, ചുണ്ട് പഴുത്തു. ഇതൊക്കെ കേൾക്കുമ്പോൾ ചുണ്ട് പഴുത്തു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് കർഷകനങ്ങ് സന്തോഷമാണ്. ഹല്ലേലൂയ. അപ്പോൾ പ്രവാചകൻ, ദൈവത്തിൻ്റെ വചനം, ദൈവം എന്താ പറഞ്ഞേക്കുന്നത്? സ്തോത്രം. കൃഷിക്കാരൻ അവർ നിന്റെ സന്നിധിയിൽ സന്തോഷിക്കുന്ന സന്തോഷം കൊയ്ത്തുകാലത്തിലെ സന്തോഷം പോലെയും. കണ്ട, അതേ പറയാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു ഉദാഹരണമാണ് അവർക്ക് പറയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് കൊയ്ത്തുകാലത്തിലെ സന്തോഷം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. കൊയ്ത്തുകാലം വന്നാലല്ലേ സന്തോഷമുള്ളൂ.
ഹല്ലേലൂയ. ഈ ഹൈ റേഞ്ചിലോട്ടൊക്കെ കപ്പ പറിക്കുന്ന കാലവും ഭയങ്കര സന്തോഷമാണ് അവിടെ. എന്തോ ഒരു സന്തോഷമാണെന്നറിയാവോ? എല്ലാവരും കൂടെ കപ്പ പറിച്ച് കൂട്ടും. അവരുടെ കപ്പ പറിക്കാമെന്ന് വെച്ചാൽ കൂലിക്കല്ല പറിക്കുന്നത്. ഓരോരുത്തർ അയലോക്കക്കാരുടെ ഇവരൂടെ കൂടും, ഇവരുടെയും അവരൂടെ കൂടും. എന്നിട്ട് ഒന്നിച്ച് എന്ത് ചെയ്യും? ഒന്നിച്ച് ഇത് പറിച്ചു കൊണ്ടുവന്ന് വെട്ടിയിട്ടിട്ട് ഒന്നിച്ച് പൊളിച്ച് ഒന്നിച്ചരിഞ്ഞ് പല ഇതായിട്ട്, അന്നേരം വലിയ കഴിപ്പൊന്നുമല്ല. ഈ കപ്പ തന്നെ ആ കപ്പ വാട്ടുന്ന ചെമ്പിൻ്റെ അടുപ്പിനകത്തോട്ട് പൂത്തി വെക്കും. എന്നിട്ട് അങ്ങനെ ചുട്ട് നിന്നിട്ടുള്ളവരുണ്ടെന്ന് അറിയത്തില്ല. ഞങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങോട്ട് നീക്കും. വല്ല കറിയുണ്ടോ? ഉണക്കമീൻ, ഈ കുറിച്ചിയൊക്കെ ചുട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ അതൊക്കെ സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു സന്തോഷമാണ്. ഇപ്പോൾ ഇതെല്ലാം ഉണ്ടോ? അടുത്ത് താമസിക്കുന്നവൻ ആരാന്നറിയത്തില്ല. പിന്നെ അന്നേരം ഇതുവല്ലോ ഉണ്ടോ? അപ്പോൾ കൊയ്ത്ത് കാലത്തുള്ള സന്തോഷം പ്രവാചകൻ പറയുകയാണ്, ദൈവത്തിൻ്റെ ദാസനെ കൊണ്ട് ദൈവം പറയുകയാണ്, കൊയ്ത്ത് കാലത്തിലെ സന്തോഷം പോലെ വായിച്ച് സന്തോഷം പോലെ കൊള്ള പങ്കിടുമ്പോൾ ആനന്ദിക്കുക പോലെ ആകുന്നു. കൊള്ള അങ്ങനത്തെ ഒരു സന്തോഷമാണ് സഹസ്രാബ്ദ വാഴ്ചയിൽ. ഹല്ലേലൂയ. നമുക്കത് കേട്ടിട്ട് പോലും സന്തോഷമില്ല. ഹല്ലേലൂയ. അങ്ങനത്തെ ഒരു സന്തോഷമാണ്. സ്തോത്രം. ഇപ്പം യെശയ്യാവ് 12:3 മുതൽ 6 വരെയുള്ള 12:3 മുതൽ യെശയ്യാവ് 12:3. അതുകൊണ്ട് നിങ്ങൾ സന്തോഷത്തോടെ രക്ഷയുടെ ഉറവുകളിൽ നിന്ന് വെള്ളം കോരും. അതുകൊണ്ട് നിങ്ങൾ സന്തോഷത്തോടെ രക്ഷയുടെ ഉറവുകളിൽ നിന്ന് വെള്ളം കോരും. സന്തോഷത്തോടെ. രക്ഷിക്കപ്പെട്ടവൻ്റെ ജീവിതത്തിൽ എന്ത് വേണമെന്നറിയാമോ? ഒരു സന്തോഷം വേണം. രക്ഷിക്കപ്പെട്ടവൻ്റെ ജീവിതത്തിൽ ആരാധനയ്ക്ക് വരുന്ന ഒരു സന്തോഷമാണ്, കൂട്ടായ്മയ്ക്ക് വരുന്നത് സന്തോഷമാണ്. ഇതെല്ലാം സന്തോഷം കൊണ്ടാണ് വരുന്നത്. ഹല്ലേലൂയ. നമ്മൾ ഒന്നിച്ച് വന്ന്, എനിക്ക് ഈ ഹോളിലോട്ട് ഇടയ്ക്കാണെങ്കിലും കയറി വരുമ്പോൾ ഒരു സന്തോഷമാണ്. ഹല്ലേലൂയ. രാവിലെ കത്രമേശയുമായിട്ട് കയറി വരുമ്പോൾ ഉള്ളിലൊരു സന്തോഷമാണ്. ഹല്ലേലൂയ. കാരണം നമ്മൾ ആരാധനയ്ക്ക് വേണ്ടി ഒന്നിച്ചു കൂടുമ്പോൾ ആ ഒരു സന്തോഷം നമ്മളിലുണ്ടാകണം. ഹല്ലേലൂയ. ഏതെങ്കിലും ഭൗതിക കാര്യമല്ല നമ്മുടെ ആരാധനയോടുള്ള ബന്ധത്തിൽ. ദൈവത്തെ ആരാധിക്കുക എന്ന് പറയുമ്പോൾ ആ ഒരു സന്തോഷത്തെ കെടുത്തുന്നതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിക്കളയണം. ആരോടെങ്കിലുമുള്ള വിദ്വേഷമോ പകയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് മാറ്റിക്കളയണം. അതിൻ്റെ വഴിക്ക് അത് പൊക്കോട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. രക്ഷയുടെ 3 മുതൽ താഴോട്ട് വായിച്ചോ. യെശയ്യാവ് 12:3. അതുകൊണ്ട് നിങ്ങൾ സന്തോഷത്തോടെ രക്ഷയുടെ ഉറവിൽ നിന്ന് വെള്ളം കോരും. അന്നാളെ നിങ്ങൾ പറയുന്ന യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, അവൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിപ്പീൻ, ജാതികളുടെ ഇടയിൽ അവൻ്റെ പ്രവൃത്തികളെ അറിയിപ്പീൻ, അവൻ്റെ നാമം ഉന്നതമായിരിക്കുന്നെന്ന് പ്രസ്താവിപ്പീൻ. യഹോവയ്ക്ക് കീർത്തനം ചെയ്യുവിൻ, അവൻ ശ്രേഷ്ഠമായത് ചെയ്തിരിക്കുന്നു, ഇത് ഭൂമിയിൽ എല്ലാവരും പ്രസിദ്ധമായി വരട്ടെ. യഹോവയായ ദൈവം എന്ത് ചെയ്തിരിക്കുന്നു? ശ്രേഷ്ഠമായത് ചെയ്തിരിക്കുന്നു. ശ്രേഷ്ഠമായി അതെന്ത് ചെയ്യണം? പ്രസിദ്ധമാക്കണം. ദൈവം എന്തെങ്കിലും ഒരു നന്മ ചെയ്താൽ അത് പ്രസിദ്ധമാക്കണം. ഹല്ലേലൂയ. ദൈവം ചെയ്ത ഉപകാരങ്ങളെ പ്രസിദ്ധമാക്കണം. ജീവിതങ്ങളോട് പറയണം, ദൈവം നമുക്ക് ഉപകാരം ചെയ്യും, പ്രസിദ്ധമാക്കുവീൻ. അടുത്തത് വരട്ടെ. സിയോൻ നിവാസികളെ, ഇസ്രായേലിൻ്റെ പരിശുദ്ധ നിങ്ങളുടെ മധ്യേ വലിയവനാക്കിയാൽ ഘോഷിച്ചുല്ലസിപ്പീൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവരുടെ മധ്യേ ദൈവം വസിക്കുക. അവരുടെ മധ്യേ ദൈവം വസിക്കുക. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറഞ്ഞു? ഘോഷിച്ചുല്ലസിക്കാൻ പറഞ്ഞു. സ്തോത്രം. അപ്പോൾ ആ സഹസ്രാബ്ദത്തിൽ ഉണ്ടാകുന്നതാണ് സ്തോത്രം സന്തോഷം. യെശയ്യാവ് 14:7 ഒന്ന് വായിച്ചേ. സർവഭൂമിയും വിശ്രമിച്ച് സ്വസ്ഥമായിരിക്കുന്നു, അവർ ആർത്തുപാടുന്നു. സരളവൃക്ഷവും ലബനോനിലെ ദേവദാരുക്കളും ഇതെല്ലാം ആർത്തുപാടുക. സർവഭൂമിയും. ഹല്ലേലൂയ. സ്തോത്രം. അതുകൊണ്ട് നമ്മുടെ വീടുകളിൽ പ്രാർത്ഥനയ്ക്കല്ലാതെയും വെറുതെയും പാട്ട് പാടണം കേട്ടോ. ഞാൻ ഈ പിള്ളേരോട് പറഞ്ഞിട്ടുണ്ട്, കുളിക്കാൻ കയറുമ്പോൾ കുളിമുറി നിന്നാണെങ്കിലും ഉറക്കെ പാടണമെന്ന്. കാരണം അത് തന്നെ പല ആളുകളും കുളിമുറി നിൽക്കുമ്പോഴാണ് പാട്ട് പാടുന്നത്. കുളിമുറി നിൽക്കുമ്പോൾ പാട്ട്. അപ്പം ഇത് ആർത്തു പാടണം. ഹല്ലേലൂയ. സ്തോത്രം. നമുക്ക് കഴിയുന്ന, ചിലപ്പോൾ നമ്മുടെ രാഗവും താളവും ഒക്കെ വ്യത്യാസം വരും. നമ്മളിവിടെ ഇപ്പോൾ പാടിക്കൊണ്ടിരിക്കുമ്പോൾ രാഗവും താളവും ഒക്കെ വ്യത്യാസപ്പെടുന്നുണ്ട്. ഓർക്കം വായിക്കുന്നവരൊക്കെ ഇടയ്ക്ക് കോങ്കണ്ണിട്ട് ചിരിക്കുന്നുണ്ട്. കാരണം രാഗവും താളവും ഒക്കെ തെറ്റുമ്പോൾ. അപ്പം എന്നാന്ന് ചോദിച്ചാൽ നമ്മൾ ഒറ്റയ്ക്കാകുമ്പോൾ നമുക്കിതൊന്നും പ്രശ്നമില്ല. നമുക്ക് നമ്മുടെ ട്യൂണിൽ നമ്മുടെ താളത്തിൽ സ്തോത്രം ഹല്ലേലൂയ നമുക്ക് പാടാം. ഹല്ലേലൂയ. ഇവർ ഈ പരസ്യവും നടക്കുന്ന അതിനകത്തൊരു കാസറ്റ് ഒരു അമ്മച്ചിയുടെ ഉണ്ട്. പല്ലുപോയൊക്കെ അമ്മച്ചിയാണ്, പക്ഷേ ആ പാട്ടിനൊരു ഇമ്പമുണ്ട്. ആ പാട്ടിന് അതിൻ്റേതായ ഒരു ഇമ്പം.
അതുകൊണ്ട് നമുക്ക് ആർത്തു പാടാൻ കഴിയണം. യെശയ്യാവ് 25:8-9 രണ്ട് വാക്യം കൂടെ വായിച്ച് നിർത്താം. യെശയ്യാവ് 25:8 അവൻ മരണത്തെ സദാകാലത്തേക്ക് നീക്കിക്കളയും. പ്രൈസ് ദി ലോർഡ്. അതിൽ കൂടുതൽ എന്നാ സന്തോഷം. അവൻ മരണത്തെ സദാകാലത്തേക്ക് നീക്കിക്കളയും. യഹോവയായ കർത്താവ് സകല മുഖങ്ങളിൽ നിന്ന് കണ്ണുനീർ തുടയ്ക്കുകയും. യഹോവയായ കർത്താവ് അവരുടെ വസിക്കുക. യഹോവയായ കർത്താവ് സകല മുഖങ്ങളിൽ നിന്നും കണ്ണുനീർ തുടയ്ക്കുകയും തന്റെ ജനത്തിന്റെ നിന്ന സകല ഭൂമിയിൽ നിന്ന് നീക്കിക്കളയുകയും. ജനത്തിന്റെ നിന്ന, ഇത് നമ്മളോടുള്ള ബന്ധത്തിൽ നമ്മളൊന്ന് ഏറ്റെടുത്താൽ നമ്മുടെ നിന്ന ദൈവമായ കർത്താവ് നീക്കും. നമ്മുടെ കണ്ണുനീര് അവൻ തുടയ്ക്കും. എത്ര പേര് ഏൽപ്പിച്ചു കൊടുക്കും? ദൈവം ഇങ്ങനെ ചെയ്യാൻ പ്ലാനുണ്ട്. ദൈവത്തിന് ഇങ്ങനെ ചെയ്യാൻ പ്ലാനുണ്ട്. നമ്മുടെ നിന്ന നീക്കിക്കളയുവാൻ. സ്തോത്രം. നമ്മുടെ കണ്ണുനീര് തുടയ്ക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ദൈവത്തിന് പ്ലാനുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന് പദ്ധതിയും പ്ലാനും ഉണ്ട് നമ്മുടെ നിന്ന മാറ്റണമെന്ന്. ഹല്ലേലൂയ. സ്തോത്രം. അതിന് നമ്മളെ തന്നെ ഒന്ന് എന്ത് ചെയ്യണം? ഏൽപ്പിച്ചു കൊടുക്കണം. നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. യെശയ്യാവ് 8:9 അല്ലേ വായിച്ചത്? പ്രൈസ് ദി ലോർഡ്. സെഫന്യാവിൻ്റെ പുസ്തകം 3-ാം അധ്യായം 14 മുതലുള്ള വാക്യങ്ങളിൽ ഇത് തന്നെ എഴുതിയിരിക്കുക. സിയോൻ പുത്രിയെ ഘോഷിച്ചാനന്ദിക്കുക, ഇസ്രായേലേ ആർപ്പിടുക. സ്തോത്രം. ഹല്ലേലൂയ. ദൈവജനത്തോട് പറയാണ് സെഫന്യാവിന്റെ പുസ്തകം 3-ാം അധ്യായം. സിയോൻ പുത്രിയെ ഘോഷിച്ചാനന്ദിക്കുക, സിയോൻ പുത്രിയെ ഘോഷിച്ചാനന്ദിക്കുക, ഇസ്രായേലേ ആർപ്പിടുക, ഇസ്രായേലേ ആർപ്പിടുക. യെരൂശലേം പുത്രിയെ പൂർണ്ണ ഹൃദയത്തോടെ സന്തോഷിച്ചുല്ലസിക്കുക. യെരൂശലേം പുത്രിയെ പൂർണ്ണ ഹൃദയത്തോടെ. അവ സഹസ്രാബ്ദ ആഴ്ചയുടെ പ്രത്യേകതയാണ് ഈ പൂർണ്ണ ഹൃദയത്തോടെ സന്തോഷിച്ചാനന്ദിക്കുന്നത്. ഹല്ലേലൂയ. എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഈ ടെൻഷനെ ഒഴിവാക്കുക. എപ്പോഴും കടിച്ചേ പിടിച്ചെന്നുള്ള ആ രീതി മാറ്റുക. നമുക്കൊന്ന് സന്തോഷിച്ചുല്ലസിക്കാൻ കഴിയണം. സന്തോഷിച്ചുല്ലസിക്കാൻ കഴിയണം. ഹല്ലേലൂയ. സ്തോത്രം. സിയോൻ പുത്രിയോട് പറയുകയാണ്. വായിച്ചോ, അതങ്ങ് വായിച്ചോ. സിയോൻ പുത്രിയെ ഘോഷിച്ചാനന്ദിക്കുക, ഇസ്രായേലെ ആർപ്പിടുക, യെരൂശലേം പുത്രിയെ പൂർണ്ണ ഹൃദയത്തോടെ സന്തോഷിച്ചുല്ലസിക്കുക. യഹോവ നിന്റെ ന്യായവിധികളെ മാറ്റി നിന്റെ ശത്രുവിനെ നീക്കി കളഞ്ഞിരിക്കുന്നു. ഇസ്രായേലിന്റെ രാജാവ് യഹോവ നിന്റെ മധ്യേ ഇരിക്കുന്നു. ഇനി നീ അനർത്ഥം കാണുകയില്ല. പ്രൈസ് ദി ലോർഡ്. യഹോവ നിന്റെ മധ്യേ എന്ത് ചെയ്യുക? ഇരിക്കുക. ഇനി നീ അനർത്ഥം എന്ത് ചെയ്യല? കാണുകയില്ല. എത്ര വാഗ്ദത്ത വചനമായി ഇതെല്ലാം. ഈ വാഗ്ദത്തം എല്ലാം നമുക്കുള്ളതാ. നീ ഇനി അനർത്ഥം എന്ത് ചെയ്യല? കാണുകയില്ല. അനർത്ഥം കാണുകയില്ല. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. സക്കറിയ പ്രവാചകന്റെ പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ സ്തോത്രം. അന്ന് ഉപവാസങ്ങളുണ്ട്. സൈന്യങ്ങൾ ദൈവമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു. സക്കറിയാവ് 8:19 4-ാം മാസത്തെ ഉപവാസവും. സക്കറിയ പ്രവാചകന്റെ പുസ്തകം. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. 4-ാം മാസത്തെ ഉപവാസവും 5-ാം മാസത്തെ ഉപവാസവും 7-ാം മാസത്തെ ഉപവാസവും 10-ാം മാസത്തെ ഉപവാസവും യഹൂദാഗൃഹത്തിന് ആനന്ദവും സന്തോഷവും പ്രബോധവുമായുള്ള ഉത്സവങ്ങളും ആയിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഈ ഇപ്പം എത്ര മാസത്തെ ഉപവാസത്തിൻ്റെ കാര്യം പറഞ്ഞു? ഇതൊരു ആനന്ദമായിരിക്കണമെന്ന്. നമ്മുടെ സഭയിൽ ഉപവാസം വെച്ച ആരും വരികയല്ല. അപ്പോൾ ഡിസംബറിൽ അവസാനത്തെ ആഴ്ച വെക്കണമെന്നുണ്ട്. നേരത്തെ ഓർപ്പിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് രാവിലെ 9 മുതൽ 9 വരെ പ്രാർത്ഥിക്കുന്ന ഒരു പദ്ധതിയൊക്കെ ഉണ്ട്. അത് നടപ്പാക്കാൻ പറ്റിയാൽ നടപ്പാക്കണമെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇടയ്ക്ക് പോകേണ്ടവർക്ക് പോകാം, വരുന്നവർക്ക് വരാം. വരുന്നവർ ആരെയും തോണ്ടി ഞാൻ പോകാമെന്നൊന്നും പറയാം. പോകാമെന്നോ മിണ്ടാതെ അങ്ങ് പോയേച്ച് വെള്ളം കുടിച്ചേച്ച് കയറി ഇരുന്നാൽ മതി. ഞാൻ കഞ്ഞി കുടിക്കേണ്ടി വരും, അതുപോലെ ചെയ്താൽ മതി. സ്തോത്രം. ഈ ഉപവാസമെല്ലാം എന്തായിരിക്കണം? സന്തോഷമായിരിക്കണം. എത്ര ഉണ്ടോ? സന്തോഷമുണ്ടോ? ഈ ഓരോ പ്രാവശ്യത്തെ ഉപവാസവും എന്തായിരിക്കണം? സന്തോഷമായിരിക്കണമെന്ന്. സ്തോത്രം. ജനത്തോട് പറയുക. ഇപ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന കാര്യം. സക്കറിയാവ് 10:6-7 വാക്യം കൂടെ വായിച്ച് അവസാനിപ്പിക്കാം. സക്കറിയാവ് 10. ഞാൻ യഹൂദാഗൃഹത്തെ ബലപ്പെടുത്തുകയും യോസേഫ് ഗൃഹത്തെ രക്ഷിക്കുകയും എനിക്ക് അവരോട് കരുണയുള്ളത് കൊണ്ട് അവരെ മടക്കി വരുത്തുകയും ചെയ്യും. ഞാൻ അവരെ തള്ളിക്കളഞ്ഞിട്ടില്ലാത്തതുപോലെ ഇരിക്കും. ഞാൻ അവരുടെ ദൈവമായ യഹോവയല്ലോ. ഞാൻ അവർക്ക് ഉത്തരമരുളും. എഫ്രൈമ്യർ വീരനെ പോലെയാകും. അവരുടെ ഹൃദയം വീഞ്ഞുകൊണ്ടെന്ന പോലെ സന്തോഷിക്കും. പ്രൈസ് ദി ലോർഡ്. കർത്താവ് പറയുക, അവരുടെ ഹൃദയം വീഞ്ഞുകൊണ്ടെന്ന പോലെ സന്തോഷിക്കുമെന്ന്. ദൈവജനത്തെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് നാം സന്തോഷിക്കണമെന്നാണ്, നാം ഉല്ലസിക്കണമെന്നാണ്. സ്തോത്രം.
ലോക മനുഷ്യർ ലോകത്തിലെ ഇമ്പങ്ങളിൽ പോയാണ് സന്തോഷിക്കുന്നത്. അത് താൽക്കാലികമാണ്, അത് കുറച്ച് നേരത്തേക്കുള്ള സന്തോഷമാണ്. എന്നാൽ ദൈവമക്കളുടെ സന്തോഷമെന്ന് പറയുന്നത് നിത്യമായ സന്തോഷമാണ്. രാത്രിയിൽ നമുക്ക് ദൈവകരങ്ങളിലേക്കൊന്ന് ഏൽപ്പിക്കാം. ദൈവമായ കർത്താവ് നമുക്ക് സമാധാനം നൽകും, ദൈവമായ കർത്താവ് നമുക്ക് സന്തോഷം നൽകും. നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. വചനപ്രകാരം പോയാൽ നമുക്ക് സമാധാനവും സന്തോഷവും ഒക്കെ ലഭിക്കാനിടയായിത്തീരും. കർത്താവ് അങ്ങനെ ഒരു അവസ്ഥ ഒരുക്കാൻ പോവുകയാണ്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം.